സംഖ്യകളുടെ നമ്മുടെ 10ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. മകളെ, കുറച്ചായി നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്റർ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ക്ലാസ്സുകൾ വരുന്നത്. പിന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഈ മാത്സ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി. അതുകൊണ്ടൊക്കെയാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിട്ടും ക്ലാസ്സുകൾ തീരാത്തത്, കൂടുതൽ സമയം വേണ്ടി വരുന്നത് കേട്ടോ. ഇതപ്പോൾ റെക്കോർഡായിട്ട് കിടക്കും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും, എക്സാമിൻ്റെ സമയത്തോ എന്ന് വേണമെങ്കിലും എടുത്ത് കാണുകയും ചെയ്യാം. അപ്പം അറിയത്തില്ലാത്തവരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ക്ലാസ്സുകൾ തീരാൻ കുറച്ച് താമസം വരുന്നേ. നമുക്ക് വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവാം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ഒപ്പം എത്തട്ടെ, കഷ്ടപ്പെടുന്നവർക്ക് ജോലി കിട്ടട്ടെ, അല്ലേ? അതല്ലേ ന്യായം? ആണ്. ഓക്കെ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സ്ലോ ആയിട്ട് വൃത്തിയായിട്ട് ക്ലാസ് എടുത്ത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങളുടെ റിസൾട്ട് വരും. മാത്സ് വീക്കാണെങ്കിൽ കൂടുതൽ സമയം മാത്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ സമയം മാത്സ് പഠിക്കാൻ തയ്യാറാകുക. അപ്പം നമ്മൾ പുറകിലാണെങ്കിലും കുറച്ച് കഴിയുമ്പം മുന്നിലുള്ളവരെ ഒപ്പം എത്താൻ പറ്റും കേട്ടോ. യെസ്. അപ്പം ഇന്ന് നമ്മൾ മകളെ 18 ടൈപ്പുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 19ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെ എക്സാമിന് വന്നിട്ടുണ്ട്, കണ്ടോ. 111 × 112 അല്ലേ, ഈസിക്കൽ ടു 111 + x² ആയാൽ എക്സിൻ്റെ വില എത്ര? ഇതാണ് ചോദ്യം. ഈ കണക്ക് നോർമലി ചെയ്ത് കണ്ടുപിടിക്കാം, പക്ഷെ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. SCRT എന്ന് വന്നൊരു ചോദ്യമാണ്. ഇങ്ങനെയാണ് നിയമമേ. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും അതിലെ ചെറിയ സംഖ്യ പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് തുല്യമായിരിക്കും. ഇതാണ് നമ്മുടെ നോട്ട്. എന്താ നമ്മുടെ നോട്ട്? തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും അതിലെ ചെറിയ സംഖ്യ പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാലേ, ഇവിടെ ആ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ, ഞാൻ വേറെ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 4 × 5. തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ മക്കളെ? ഇതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് ഇതിലെ ചെറിയ സംഖ്യ ഏതാ? 4 പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് 4ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. ശരിയാണോ? 4 × 5 എന്ന് പറഞ്ഞാൽ 4 + 4 സ്ക്വയറിന് തുല്യമാണ്. ശരിയാണോ? ആണ്. 5 × 4 20, 4 + 4 സ്ക്വയർ 20. വേറെ എക്സാമ്പിൾ, തുടർച്ചയായ രണ്ട് സംഖ്യകൾ 10 × 11. തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ? ഇതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഇതിലെ ചെറിയ സംഖ്യ ഏതാ? 10 പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് തുല്യമാണ്, 10ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. ഇങ്ങനെ എഴുതിയ കറക്റ്റാണോ? കറക്റ്റാണ്. 110 കണ്ടോ. ഇനി 6 × 7. തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ? ഇങ്ങനെ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം അതിലെ ചെറിയ സംഖ്യയായ 6 പ്ലസ് ചെറിയ സംഖ്യയായ 6ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 111 × 112 എന്ന് പറഞ്ഞാൽ തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ? ഇതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഇതിലെ ചെറിയ സംഖ്യയായ 111 പ്ലസ് ചെറിയ സംഖ്യയായ 111ൻ്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ 111 അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 111 ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക മക്കളെ, ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും അതിലെ ചെറിയ സംഖ്യ പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് തുല്യമായിരിക്കും എന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം 417 × 418 അല്ലേ? 417 × 418 ഈസിക്കൽ ടു 417 + x² ആയാൽ എക്സിൻ്റെ വില. ഇത് തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ? തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ അതിലെ ചെറിയ സംഖ്യ പ്ലസ് ചെറിയ സംഖ്യയായ 417ൻ്റെ സ്ക്വയറിന് തുല്യമല്ലേ? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ 417 അല്ലേ മക്കളെ? സോ ആൻസർ 417 കേട്ടോ. മുന്നോട്ട് പോവാം. ഒരു ചോദ്യോടെ 212 അല്ലേ? യെസ്.
212 ഇൻറ്റു 213 തുടർച്ചയായ രണ്ട് സംഖ്യകളല്ലേ. ഇതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ ഇതിലെ ചെറിയ സംഖ്യയായ 212 പ്ലസ് 212ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെ വില 212 എന്ന് കിട്ടും. എക്സിൻ്റെ സ്ഥാനത്തെ വില 212. 212 ഇൻറ്റു 213 എന്ന് പറഞ്ഞാൽ തുടർച്ചയായ രണ്ട് സംഖ്യകളാണ്. അതിൻ്റെ ഗുണനഫലം അതിലെ ചെറിയ സംഖ്യ പ്ലസ് ചെറിയ സംഖ്യയുടെ സ്ക്വയറിന് തുല്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 212 എന്നാണ് നമുക്ക് കിട്ടുന്നത്. റെഡിയല്ലേ? ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് പഠിക്കാം നമുക്ക്. ഇത് നമ്മുടെ 20ാമത്തെ ടൈപ്പാണ്. 20ാമത്തെ ടൈപ്പ് എന്താണ് ഈ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അൽജിബ്ര അതായത് ബീജഗണിതം എന്ന ഭാഗത്തു നിന്ന് വരുന്ന, അതായത് ഒരു ചോദ്യം തരും, ആ ചോദ്യത്തിനെ നമ്മളൊരു ഇക്വേഷൻ ആക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കണം. എക്സിൻ്റെ ടേമിൽ ഒരു ഇക്വേഷൻ ആക്കുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഒരു ചോദ്യം തരും, ആ ചോദ്യത്തിനെ ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇത് ഒത്തിരി ചോദിക്കാറുണ്ട് പരീക്ഷകളൊക്കെ. നമുക്ക് ഓരോന്ന് നോക്കാം. ഒരു സംഖ്യയുടെ 8 മടങ്ങ്. അപ്പം ഞാൻ സംഖ്യ എക്സ് എന്നെടുത്തു. കണ്ടോ, ഒരു സംഖ്യയുടെ 8 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8x ആണ്. അതിൻ്റെ വർഗത്തോട്, അപ്പോൾ സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ x², അതിൻ്റെ 2 മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ്. കണ്ടോ, ഇതാണ് അവർ പറഞ്ഞ കണ്ടീഷൻ. അതൊരു ഇക്വേഷൻ ആയിട്ട് ഞാൻ ഫോം ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യയുടെ 8 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8x ആണ്. ഈ 8 മടങ്ങ് എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ വർഗത്തിനോട്, സംഖ്യയുടെ വർഗം എന്ന് പറഞ്ഞാൽ x², സംഖ്യയുടെ തന്നെ 2 മടങ്ങ് 2x കൂട്ടിയതിന് തുല്യമാണ്. അപ്പോൾ 8x എന്ന് പറഞ്ഞാൽ x² പ്ലസ് 2x തുല്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ 2x ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 8x മൈനസ് 2x 6x ഈക്വൽ ടു x² എന്നാവും. 6x ഈക്വൽ ടു x². ശരിയാണോ മക്കളെ? 6x ഈക്വൽ ടു x² ആകണമെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കണം? എക്സിൻ്റെ വില 6 ആവണ്ടേ അല്ലേ? 6 ഇൻറ്റു 6 36, 6ൻ്റെ സ്ക്വയറും 36. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വില എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇത് സോൾവ് ചെയ്താണെങ്കിലും കണ്ടുപിടിക്കാം. 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് എന്നാണ്. ഓക്കെ, x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ? അപ്പം നമുക്ക് ഇതിലെ ഒരു എക്സും ഇതിലെ ഒരു എക്സും വെട്ടിക്കളയാം. x ഈക്വൽ ടു 6 എന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. കണ്ടോ, x ഈക്വൽ ടു 6 ആണ്. ചെയ്ത രീതി ക്ലിയർ ആണോ? ആണ്. x ഈക്വൽ ടു 6. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ആൾജിബ്ര ചോദ്യങ്ങൾ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ മക്കളെ. ഒരു സംഖ്യയുടെ 8 മടങ്ങ്, സംഖ്യ ഞാൻ x എന്ന് എടുത്തു. 8 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8x ആണോ? ഇത് ആ സംഖ്യയുടെ വർഗത്തോട്, അതായത് x² ആ സംഖ്യയുടെ 2 മടങ്ങ് കൂട്ടിയതിന് തുല്യമാണ്. അപ്പോൾ x² പ്ലസ് 2x തുല്യമാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും 8x മൈനസ് 2x 6x എന്ന് വരും. 6x ഈക്വൽ ടു x² എന്ന് വരും. 6x ഈക്വൽ ടു x² ആണെങ്കിൽ നമുക്ക് 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സാ, x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സാ. ഇതിലെ ഒരു എക്സും ഇതിലെ ഒരു എക്സും വെട്ടിക്കളയാം. അപ്പോൾ x ഈക്വൽ ടു 6 എന്ന് ഉത്തരം കിട്ടും. എപ്പോഴും ഓർക്കുക, സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന ഗുണിക്കാനാണെങ്കിൽ തമ്മിൽ വെട്ടിക്കളയാൻ പറ്റുന്ന സംഖ്യകൾ വെട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല. കാരണം ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എക്സ് എന്നല്ലേ വരുന്നത്. അപ്പോൾ വെട്ടിക്കളയാമെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ വെട്ടിക്കളയാൻ പറ്റും എന്ന് ഓർക്കുക കേട്ടോ. ശരി, മുന്നോട്ട് പോവാം. അടുത്തൊരു ചോദ്യം. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ്. അപ്പം എണ്ണൽ സംഖ്യ എക്സ് എന്ന് എടുത്തു. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x. ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമാണ്. കണ്ടോ, ഇതാണ് ഇവർ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ. ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് 5x എന്ന് പറഞ്ഞാൽ എന്താ? ആ എണ്ണൽ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 2 മടങ്ങിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് 5x ഈക്വൽ ടു അല്ലേ മക്കളെ, 2 അകത്തേക്ക് ഗുണിക്കുമ്പം 2x പ്ലസ് ഈ 2 അകത്തേക്ക് ഗുണിക്കുമ്പം 2 ഇൻറ്റു 3 6. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 5x മൈനസ് 2x 3x ഈക്വൽ ടു 6 6 കിട്ടും. x ഈക്വൽ ടു 2 എന്നാണ് കിട്ടുന്നത് ആണോ? അപ്പം സംഖ്യ എത്രയാ? 2.
സംഖ്യ എത്രയാ? 2. കണ്ടോ? അത്രേ ഉള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു എണ്ണൽ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ 5x എന്ന് എടുത്തു. ആ സംഖ്യയേക്കാൾ 3 കൂടുതലായ മറ്റൊരു സംഖ്യ, അത് x+3 അല്ലേ, അതിൻ്റെ 2 മടങ്ങിന് തുല്യമാണെന്ന് പറഞ്ഞാൽ അത് × 2. ഇനി 2 അകത്തേക്ക് ഗുണിച്ചു, എക്സ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. 5x - 2x 3x = 6 എന്ന് വന്നു. അതിൽ നിന്ന് x = 2 എന്ന് കിട്ടും. x = 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെയും അതിനോട് 1 കൂട്ടിയതിൻ്റെയും, ഓക്കെ, അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്ന് എടുത്തു, ആണോ? അതിനോട് 1 കൂട്ടിയ സംഖ്യ x+1 എന്നെടുത്തു. 1 കൂട്ടിയതിൻ്റെയും തുകയുടെ, തുക, ഓക്കെ, തുകയുടെ 2 മടങ്ങ്, കൂട്ടിയതിൻ്റെയും തുകയുടെ 2 മടങ്ങ് എന്ന് പറയുന്നത് 10 ആണ് എങ്കിൽ സംഖ്യ ഏത്? അപ്പോൾ എഴുതിയതൊന്നുകൂടെ പറയട്ടെ. ഒരു സംഖ്യ എക്സ്, അതിനോട് 1 കൂട്ടിയ സംഖ്യ x+1, അവയുടെ തുക x+x+1, അതിൻ്റെ 2 മടങ്ങെന്ന് പറഞ്ഞാൽ × 2, ആണോ? ഇത് 10 ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം 2 ഇൻറ്റു ചെയ്യാൻ, ബാക്കി 2 ഇൻറ്റു എക്സും എക്സും കൂട്ടുമ്പം 2x + 1 എന്ന് വരും അല്ലേ, = 10 എന്ന് കിട്ടും. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പം 2x + 1 = അല്ലേ, ഈ 2 ഗുണിക്കാനായതുകൊണ്ട് ഹരിക്കാനാകും, 10/2 5 എന്ന് വരും അല്ലേ. അപ്പം 2x = ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 5 - 1 എന്ന് വരും, 2x = 4 എന്ന് കിട്ടും. അതിൽ നിന്ന് x = 2 എന്നാണ് ഇവിടെയും നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും 2 ആണ്. ചെയ്തത് പക്കയാണോ? ഒന്നുമില്ലെന്നേ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ ചോദ്യത്തിനനുസരിച്ച് ഇക്വേഷൻ ഫോം ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഐഡിയക്ക് അനുസരിച്ച് അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, മുന്നോട്ട് പോകാം മക്കളെ. ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ, അപ്പോൾ സംഖ്യ എക്സ് എന്നെടുത്തു, അതിൻ്റെ 4 മടങ്ങ് 4x, 4 മടങ്ങിനേക്കാൾ 5 കുറവ് എന്നത്, ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവ് എന്നത് ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ് എങ്കിൽ സംഖ്യ ഏത്? കണ്ടോ, ഒരു സംഖ്യയുടെ 4 മടങ്ങിനേക്കാൾ 5 കുറവെന്ന് പറഞ്ഞാൽ 4x - 5 എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്, 3s + 3ക്ക് തുല്യമാണ്. കണ്ടോ? ഇനി എങ്ങനെയാ ചെയ്യണേ? ഒന്നുമില്ല, ഈ -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആകും, ഈ 3x ഇങ്ങോട്ട് വരുമ്പോൾ -3x ആകും. അപ്പോൾ 4x - 3x അത് നമുക്ക് 1x എന്ന് കിട്ടും അല്ലേ. 3 + 5 8 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 8 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ, 4x - 5 = 3x + 3 എന്ന് വരും അല്ലേ. 4xൻ്റെ അങ്ങോട്ട് 3xനെ കൊണ്ടുവരുമ്പോൾ 1x എന്ന് വരും. -5 അങ്ങോട്ട് വരുമ്പോൾ +5 ആകും. 3 + 5 8 എന്ന് വരും. 1x = 8 എന്ന് കിട്ടും. 1x = 8. ഓക്കെ അല്ലേ മക്കളെ? അപ്പം ഇതാണ് അൽജിബ്രയുടെ ചോദ്യങ്ങൾ കേട്ടോ. ബീജഗണിതം, അൽജിബ്ര, അതായത് എക്സ് വെച്ച് സാഹചര്യത്തിനനുസരിച്ച് ഇക്വേഷൻ ഫോം ചെയ്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ വന്നില്ലേ? സംഖ്യ എക്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് വേണം കണക്ക് ചെയ്യാൻ. ഓക്കെ ആണോ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് വൺ, നമ്മുടെ എത്രാമത്തെ ടൈപ്പാ? 21ാമത്തെ ടൈപ്പ് അല്ലേ. 20ാമത്തെ ടൈപ്പ് അല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ചത്? ആണോ? ആണ്. 20ാമത്തെ ടൈപ്പാണ് ലാസ്റ്റ് പഠിച്ചത്. ഇത് നമ്മുടെ 21ാമത്തെ ടൈപ്പ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 7 സ്ക്വയർ, ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണോ? എന്താണ്? 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 7 സ്ക്വയർ, ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. അതായത് മക്കളെ, നിങ്ങൾ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 അല്ലേ, ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ, ഇൻറ്റു 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 അല്ലേ. മക്കളെ, ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഖ്യ ഉത്തരം കിട്ടില്ലേ?
ആ സംഖ്യയുടെ ലാസ്റ്റ് എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ സംഖ്യയുടെ ലാസ്റ്റ് എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ചോദ്യം വ്യക്തമാണോ? ആ സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? ആ സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ തന്നേക്കുന്ന ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ എത്ര പൂജ്യങ്ങൾ? ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ എന്നല്ലേ? അങ്ങേ അറ്റത്ത് വരുന്ന സംഖ്യയല്ലേ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ. ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് നോക്കുമ്പോൾ എന്ന് അല്ലേ? എന്ന് വെച്ചാൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? ഓക്കെ മക്കളെ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5ൻ്റെയും 2ൻ്റെയും ഗുണിതങ്ങൾ വരുമ്പോഴാണ് ഉത്തരത്തിൽ പൂജ്യങ്ങൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ 5 × 2 10 അല്ലേ? ഇവിടെ 5ൻ്റെയും 2ൻ്റെയും ഒരു പെയറുണ്ട്, ഉത്തരത്തിൽ ഒരു പൂജ്യമുണ്ട്. 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അതനുസരിച്ചാണ് പൂജ്യങ്ങൾ രൂപപ്പെടുന്നത്. 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അതനുസരിച്ചാണ് പൂജ്യങ്ങൾ രൂപപ്പെടുന്നത്. 5ൻ്റെയും 2ൻ്റെയും ഒരു പെയറുണ്ടെങ്കിൽ ഉത്തരത്തിൽ ഒരു പൂജ്യം കാണും. കേൾക്കുന്നുണ്ടോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 5 × 5 × 2 × 2 നോക്കിയേ, ഇത് 100 മക്കളെ. 25 × 4 100. ഇവിടെ 5ൻ്റെയും 2ൻ്റെയും നിങ്ങൾ നോക്കിയേ, 2 പെയറില്ലേ? 5ഉം 2ഉം 2 പെയറില്ലേ? അപ്പോൾ ഉത്തരത്തിൽ 2 പൂജ്യങ്ങൾ വന്നു. കണ്ടോ? വേറെ എക്സാമ്പിൾ, 5 × 5 × 5 × 2 × 2 × 2 നിങ്ങൾ നോക്കിയേ, 1 2 3 പെയറല്ലേ ഇവിടെ ഉള്ളത്? ഇതിൻ്റെ ഉത്തരം 1000. ഉത്തരത്തിൽ 3 പൂജ്യങ്ങളല്ലേ? അപ്പം 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അത്രയും പൂജ്യങ്ങളായിരിക്കും ഉത്തരത്തിൽ ഉണ്ടായിരിക്കുക. 5ൻ്റെയും 2ൻ്റെയും ഒരു പെയർ കാൽക്കുലേഷനിൽ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ ഒരു പൂജ്യം. 5ൻ്റെയും 2ൻ്റെയും 2 പെയർ കാൽക്കുലേഷനിൽ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 2 പൂജ്യം അവസാനം. 5ൻ്റെയും 2ൻ്റെയും 3 പെയർ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ അവസാനം 3 പൂജ്യം. 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. വേറെ ഒരാൾക്കും പൂജ്യം ഉണ്ടാക്കുന്നതിൽ ഒരു റോളും ഇല്ല. 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അതനുസരിച്ചായിരിക്കും പൂജ്യങ്ങൾ രൂപപ്പെടുന്നത്. 5ൻ്റെയും 2ൻ്റെയും ഒരു പെയറാണെങ്കിൽ ഉത്തരത്തിൽ ഒരു പൂജ്യം. 5ൻ്റെയും 2ൻ്റെയും 2 പെയറാണെങ്കിൽ ഉത്തരത്തിൽ 2 പൂജ്യം. 5ൻ്റെയും 2ൻ്റെയും 3 പെയറാണെങ്കിൽ ഉത്തരത്തിൽ 3. അപ്പം 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും ഉത്തരത്തിൽ. ഓക്കെ ആണോ മക്കളെ? ഇത് ക്ലിയർ ആണ്. ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു ചോദ്യം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോണേ, ഇവിടെ നോക്കണേ മക്കളെ. 50 നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 2 എന്ന് എഴുതാം. ശരിയാണോ? ഇതിൽ 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ട്? ഒരു പെയറല്ലേ ഉള്ളൂ. കണ്ടോ? അതുകൊണ്ട് അതിൻ്റെ ഉത്തരത്തിൽ ഒരു പൂജ്യം അല്ലേ ഉള്ളൂ. കണ്ടോ? 5ൻ്റെയും 2ൻ്റെയും എത്ര പെയറുണ്ടോ അത്രയും പൂജ്യം കാണും. വേറെ എക്സാമ്പിൾ പറയട്ടെ. ഓക്കെ, ഒരു കണക്ക് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുക. 50 × 25 × 10 × 7 ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരു 4 കൂടെ കിടക്കട്ടെ. ഇതെല്ലാം കൂടെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിച്ചു. ഓക്കെ, ചോദ്യം ഇതല്ല, തൽക്കാലം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ചോദ്യം ഇങ്ങനെയാണ്: 50 × 25 × 10 × 7 × 4 ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്യുക. 50നെ എങ്ങനെ എഴുതാം? 5 × 5 × 2 എന്ന് എഴുതാം. ഓക്കെ, 25നെ എങ്ങനെ എഴുതാം? 5 × 5 എന്ന് എഴുതാം. ആണോ? 10നെ എങ്ങനെ എഴുതാം? 5 × 2 എന്ന് എഴുതാം. 7നെ എങ്ങനെ എഴുതാം? 7 എന്ന് എഴുതാം. 4നെ എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. ഞാൻ ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ക്ലിയർ ആണോ? ഇനി ഇത് 5ൻ്റെയും 2ൻ്റെയും ഒരു പെയറാണ്. ഇത് 5ൻ്റെയും 2ൻ്റെയും രണ്ടാമത്തെ പെയറാണ്. ഇത് 5ൻ്റെയും 2ൻ്റെയും മൂന്നാമത്തെ പെയറാണ്. ഇത് 5ൻ്റെയും 2ൻ്റെയും നാലാമത്തെ പെയറാണ്. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ 5ൻ്റെയും 2ൻ്റെയും 4 പെയറുണ്ട്. അതുകൊണ്ട് ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 4 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും.
കണ്ടോ, വേറെ ആൾക്കും ഇതിൽ റോളില്ല. ഇപ്പം 7 ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കൊണ്ട് ഒരു കാര്യമില്ല. 5ൻ്റെ 2ൻ്റെ എത്ര പേരുണ്ടോ അത്രയും പൂജ്യങ്ങൾ അവസാനം കാണും. ഇത്രയുള്ള അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. 5ൻ്റെ 2ൻ്റെ എത്ര പേരുണ്ടോ അത്ര പൂജ്യങ്ങൾ ലാസ്റ്റ് കാണും. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ ലാസ്റ്റ് എത്ര പൂജ്യം ഉണ്ടെന്നല്ലേ? ഇതിൽ 5ൻ്റെ 2ൻ്റെ എത്ര പേരുണ്ടെന്ന് നോക്കിയ ഉത്തരവായില്ലേ? 5കൾ 3 എണ്ണം ഉണ്ട്, 2കൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 5ൻ്റെ 2ൻ്റെ 3 പേരുണ്ട്. അതുകൊണ്ട് ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 3 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. അവസാനം 3 പൂജ്യങ്ങൾ. 5ൻ്റെ 2ൻ്റെ 3 പേരുണ്ട്. അപ്പോൾ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 3 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ചോദ്യം 5⁴ ഇൻറ്റു 11 സ്ക്വയർ ഇൻറ്റു 7 ക്യൂബ് ഇൻറ്റു 2⁴ ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം ഒറ്റയുടെ സ്ഥാനത്ത് നോക്കുമ്പോൾ എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? നിങ്ങൾ എന്ത് നോക്കണം? 5ൻ്റെ 2ൻ്റെ എത്ര പേരുണ്ടെന്ന് നോക്കണം. മക്കളെ, 5കൾ 4 എണ്ണം, 2കൾ 4 എണ്ണം. അപ്പൊ 5ൻ്റെ 2ൻ്റെ 4 പേരല്ലേ അവിടെ ഉള്ളത്? ആണോ? 5കൾ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 5 × 5 × 5 × 5. 2കൾ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2. അപ്പൊ 5ൻ്റെ 2ൻ്റെ എത്ര പേർ വരും? 5ൻ്റെ 2ൻ്റെ 4 പേർ വരും. അപ്പൊ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 4 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ 5⁸ ഇൻറ്റു 3⁷ ഇൻറ്റു 2�6 ഇൻറ്റു 13⁻². ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? ആണല്ലോ ചോദ്യം. 5കൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 2കൾ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ 6 പേരല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5കൾ 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2കൾ 6 എണ്ണം ഉള്ളൂ. അപ്പൊ എനിക്ക് 6കൾ 2 എണ്ണം ഉള്ളൂ. 2കൾ 6 എണ്ണം ഉള്ളൂ. അപ്പൊ എനിക്ക് 6 പേരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5കൾ 8 എണ്ണം ഉണ്ട്, പക്ഷെ 2കൾ 6 എണ്ണം ഉള്ളൂ. അപ്പൊ എനിക്ക് 6 പേരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 6 പൂജ്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. 5കൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5ൻ്റെ 2ൻ്റെ പേര് വേണം. 2കൾ 6 എണ്ണം ഉള്ളൂ. അതുകൊണ്ട് 6 പേരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സംഗതി ടെക്നിക്ക് ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ. 1 × 2 × 3 × 4 etc. up to 30. ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ വലതുവശത്ത് എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ലേ ചോദ്യം. മക്കളെ, ഇത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ ഉണ്ടെന്നറിയാൻ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര 5ൻ്റെ 2ൻ്റെ പേരുണ്ടെന്ന് നോക്കണ്ടേ? ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ഓരോന്നിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ തീരുമാനിച്ചു. 1നെ അങ്ങനെ തന്നെ എഴുതി. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. 2 എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. 3 പറ്റില്ല. 4നെ എനിക്ക് 2 × 2 എന്ന് എഴുതാം. 5നെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. 6നെ എനിക്ക് 3 × 2 എന്ന് എഴുതാം. അങ്ങനെ 10നെ എനിക്ക് 5 × 2 എന്ന് എഴുതാം. 15നെ എനിക്ക് 5 × 3 എന്ന് എഴുതാം. 20നെ എനിക്ക് 5 × 2 × 2 എന്ന് എഴുതാം അല്ലേ? 25നെ എനിക്ക് 5 × 5 എന്ന് എഴുതാം. 30നെ എനിക്ക് 5 × 6, അതായത് 5 × 3 × 2 എന്ന് എഴുതാം. അപ്പോൾ 1 മുതൽ 30 വരെയുള്ളത് ഗുണിച്ച് കിട്ടുന്നതിൻ്റെ അവസാനം എത്ര പൂജ്യമുണ്ടെന്നറിയാൻ ഞാൻ 1 മുതൽ 30 വരെയുള്ളതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതിൽ 5ൻ്റെ 2ൻ്റെ എത്ര പേരുണ്ടെന്ന് നോക്കി ഉത്തരവായി. ശരി, നമുക്ക് നോക്കാം. ആദ്യം 5. 5കൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 5കളുണ്ട്. അപ്പൊ 5കൾ 7 എണ്ണം ഉണ്ട്. ഇൻറ്റു 2കളോ മക്കളെ? 2കള് 1, 2, 3 ഇങ്ങനെ എണ്ണി എടുത്താൽ തീരാത്തത്ര 2കളുണ്ട്. 2കൾ കുറേ എണ്ണം ഉണ്ട്. ഞാൻ എല്ലാം എഴുതാത്തതല്ലേ. ഇവിടെ 8 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 14 2 ഉണ്ട്, 16 2 ഉണ്ട്, 18 2 ഉണ്ട്, 22, 24, 26, 28 2കൾ വരുന്നുണ്ട്. അപ്പൊ 2കൾ കുറേ എണ്ണം ഉണ്ട്. 5കൾ 7 എണ്ണം ഉള്ളൂ. അതുകൊണ്ട് എത്ര പേരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? 7 പേരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് ഗുണിച്ച് കിട്ടുന്നതിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങൾ കാണും? 7 പൂജ്യങ്ങൾ കാണും. കണ്ടോ? ഇതാണ് അതിൻ്റെ ടെക്നിക്ക്.
അപ്പം ഞാൻ 5ൻ്റെയും 2ൻ്റെയും എത്ര പേരുണ്ടെന്ന് നോക്കി. 5കൾ 7 ഉള്ളൂ. പക്ഷേ 2കൾ കുറയുണ്ട്. 2കൾ കുറയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5കൾ 7 ഉള്ളൂ. അതുകൊണ്ട് 7 പേരെ രൂപപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ 7 പേരെ രൂപപ്പെടുത്താൻ പറ്റത്തുള്ളൂവെങ്കിൽ 7 പേരെ രൂപപ്പെടുത്താൻ പറ്റുള്ളൂവെങ്കിൽ അവസാനം 7 പൂജ്യങ്ങളെ കാണത്തുള്ളൂ. ശരിയാണോ മക്കളെ? 7 പൂജ്യങ്ങളായിരിക്കും അവസാനം കാണുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഓർത്തേ, ആക്ച്വലി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോഴേ 5കളുടെ എണ്ണം എത്രയാണോ അത്രയും പൂജ്യങ്ങളല്ലേ കാണുക. കാരണം 2കളുടെ എണ്ണം എപ്പോഴും കൂടുതൽ കാണും. 5കളുടെ എണ്ണമായിരിക്കും കുറവുള്ളതിൻ്റെ അത്രയും പൂജ്യമല്ലേ വരത്തുള്ളൂ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എത്ര 5കൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഉത്തരവായില്ലേ. 5ൻ്റെയും 2ൻ്റെയും എത്ര പേരുണ്ടെന്ന് നോക്കണ്ടേ. 5കളുടെ എണ്ണം എപ്പോഴും കുറവും 2കളുടെ എണ്ണം എപ്പോഴും കൂടുതലുമായിരിക്കും ഇത്തരം ചോദ്യങ്ങളിൽ. അപ്പം 5കളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും പൂജ്യങ്ങളുടെ എണ്ണം. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഇത്രയും ഇങ്ങനെ എഴുതി നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് ഇത്തരം ചോദ്യങ്ങളിൽ 5കൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും പൂജ്യങ്ങളുടെ എണ്ണം. 5കൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഇവിടെ 1 മുതൽ 30 വരെയല്ലേ മക്കളെ ഗുണിച്ചേക്കുന്നേ. നിങ്ങൾ ഈ 30നെ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഈ 6ൽ വീണ്ടും ഒരു തവണയും കൂടെ 5 അടങ്ങുമല്ലോ. 6നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം ഒരു തവണ 6 അടങ്ങും, 5 അടങ്ങും അല്ലേ. ഇപ്പൊ നോക്കിയേ, ഈ 6 ഒന്നും കൂടെ കൂട്ടിയാൽ ഉത്തരം 7 കിട്ടി. ഇത് തന്നെയല്ലേ മുമ്പേ കിട്ടിയത്. 5കൾ 7 ഉണ്ടെന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇങ്ങനെ ചെയ്തും 5കൾ 7 ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 5കൾ 7 ആയതുകൊണ്ട് 7 പേരെ ഫോം ആകത്തുള്ളൂ. അതുകൊണ്ട് ഉത്തരത്തിന്റെ അവസാനം 7 പൂജ്യം ഉണ്ട് എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്തരം കണക്കുകൾ ചെയ്യേണ്ട രീതി ഇതാണ്. 1 × 2 × 3 × up to 30 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അവസാനം കിടക്കുന്ന 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 കിട്ടി. ഈ 6ൽ ഒരു തവണ കൂടി 5 അടങ്ങിയല്ലേ. അപ്പോൾ 6/5 ഹരണഫലം മാത്രം എഴുതിയാൽ മതി, ശിഷ്ടമായി ചെയ്യേണ്ട. ഒരു തവണ കൂടി 5 അടങ്ങും. ഇനി അടങ്ങിയല്ലോ. അതുകൊണ്ട് കിട്ടിയ ഉത്തരങ്ങൾ രണ്ടും കൂട്ടി എഴുതുക. 6 1 7 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 7 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നോക്ക്. ചോദ്യം 1 × 2 × 3 × up to 100 അല്ലേ. ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം വലതുവശത്ത് എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ, 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആണോ മക്കളെ? 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. വീണ്ടും 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും മക്കളെ? 4 കിട്ടും. ശരിയല്ലേ? ഇനി ഡിവൈഡ് ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കിട്ടിയ ഉത്തരങ്ങൾ രണ്ടും കൂടെ കൂട്ടുക. 20 + 4 24 5കളുണ്ട്. അതുകൊണ്ട് 24 പേരുകൾ കാണും. അതുകൊണ്ട് 24 പൂജ്യങ്ങൾ അവസാനം കാണും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. എങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. ചോദ്യം 1 × 2 × 3 × 4 × etc. up to 150 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം എത്ര പൂജ്യങ്ങൾ അല്ലേ. അപ്പോൾ ആദ്യം 150നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. യെസ്, എത്ര കിട്ടി മക്കളെ? 30. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടി മക്കളെ? 6 ആണോ? 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടി മക്കളെ? 1. 6ൽ ഒരു തവണ കൂടി 5 അടങ്ങിയല്ലേ. അപ്പോൾ ഈ 30ഉം ഈ 6ഉം ഈ 1ഉം കൂടെ കൂട്ടുക. നമ്മുടെ ആൻസർ 37 എന്ന് വരും. 37. ആൻസർ 37 ആണ്. ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ഉത്തരം. ചെയ്ത രീതി പക്കയാണോ? അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വന്നാൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഓർത്ത് വെക്കുക. വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടും ഒക്കെ അറിയിക്കാൻ മറക്കല്ലേ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു മക്കളെ.